മോഷ്ടിക്കണ ഈ വീരപ്പന്റെ കുടുംബക്കാരോട് നമ്മളെന്ത് സംസാരിക്കണേ? എടുത്തമ്പി നിന്നെ എടുത്തോളാം കേട്ടോ. എന്നാ വന്നെടുത്തോ. ഇത് അമ്മയ്ക്ക് അടുക്കള, ഇത് മാമിന് വടക്കേപ്പുറം കിടക്കായി, എന്നാ നിനക്ക് കിടന്ന് ഉറങ്ങാൻ ബെഡ്റൂം. ആ ഇത് അച്ഛൻ പുറത്ത്. ആ കിടന്ന് ഡാൻസ് കളിക്കാൻ. ഡൈനിങ് ടേബിൾ ഇരുന്ന് തിന്നാൻ. പുറകെ കിടന്ന് പരിങ്ങാതെ പെട്ടെന്ന് നടക്കണേ ഇങ്ങോട്ട്. കാല് വേനെടുക്കുന്നമ്മേ. കാല് അവത്തേക്ക് വാ, ശരിയാക്കി തരാം. നീ മുട്ടയെന്ന് വിരിഞ്ഞല്ലേടാ? മുട്ടേന്ന് വിരിഞ്ഞ് ഞാൻ തോന്നുന്നു കോഴിക്കുഞ്ഞോ. അച്ഛാ, അച്ഛനെ അച്ഛന്റെ ആദ്യത്തെ ഫോട്ടോഗ്രാഫ് ഐശ്വര്യമായിട്ട് ഇങ്ങോട്ട് കിട്ടോ. കൊള്ളാച്ചാ, നല്ല സൂപ്പർ സ്റ്റാർ ഇടുന്ന ഫോട്ടോ ഇടുന്നില്ലേ? മറ്റേ ഒപ്പ് ഞാനൊന്ന് കാണട്ടെ. അല്ല, സൂപ്പർ സ്റ്റാറിന്റെ ഒപ്പൊന്ന് ഞാൻ കണ്ടോട്ടെ. ഒപ്പ് കൊള്ളാം, പേപ്പർ പോരാ. പക്ഷെ അച്ഛന്റെ മോൻ തന്നെ. മാത്സിന്റെ പേപ്പർ 50-18. ഇത് ക്ലാസ് ടെസ്റ്റിന്റെ അല്ലേ? പാരന്റ്സിനെ സൈൻ ചെയ്യിക്കണ്ടേ? കാശൊക്കെ തീർക്കാം. അതിന് അച്ഛനല്ലല്ലോ കൊണ്ടുപോയി. എവിടുന്ന് കിട്ടി ഈ കത്തി വേഷം? ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഷോപ്പിംഗ് ചെയ്തു. കുറച്ച് ഡ്രസ്സ്, പിന്നെ എനിക്ക് ബോറടിക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി കുറച്ച് ഫുഡ് ഐറ്റംസ്. ആ പിന്നെ ലക്ഷ്യേച്ചിക്ക് ശിവാനിക്ക്. നിങ്ങൾക്ക് എന്താ വാങ്ങിച്ചേ? 2 ഉണ്ടമ്പര് മേടിച്ചു. അന്നല്ല ഞങ്ങള് കൃഷ്ണന്റെ ആദ്യം. രാഗത്തിന് അടിക്കാൻ പറഞ്ഞു. എങ്ങനെ വന്നേ? ഓട്ടോയ്ക്ക്. ആന്റി, ആ ഈ കുട്ടിപ്പെട്ടാളല്ല ഇവിടെ ഉണ്ടായിരുന്നോ? എന്നിട്ടാണ് ആന്റി കൈയും വീശി വന്നേ? അല്ല മോനെ, ഓട്ടോയ്ക്കാ വന്നേ. ഓട്ടോ വഴി നിർത്താൻ പറ്റത്തോട്ടെയായിരുന്നു ആന്റി. ഉറങ്ങിയത് ശരിയായില്ല അമ്മൂമ്മ. കത്തിച്ചെലിക്കുന്ന സൂര്യൻ ഉച്ചയിൽ വന്ന് നിക്കണ പോലെ. കൊച്ചി വന്നു. കൊച്ചിയിലല്ലടി, കോതമംഗലത്ത്. വന്നത് എവിടെ വെക്കാനാണോ? അതെ, അകത്ത് കയറിട്ട് വേണ്ടേ പാറക്കുട്ടിക്ക് ഫുൾ എടുത്ത് കഴിക്കാൻ. ഈ പറയുന്നൊക്കെ ഒന്നും വേണ്ടല്ലോ. അല്ല ഏട്ടാ, ഇത് സ്വന്തം വീടാണോ വാടക വീടാണോ? ഇതോ ഇതിന്റെ സ്വന്തം വാടക വീട്. അന്ന് വലിച്ചു കെട്ടടാ, അല്ലെങ്കിൽ എന്റെ കാറ്റടിക്കുമ്പോ പറന്നു പോകും. കെട്ടിക്കൊണ്ടിരിക്കില്ലേ ഇവിടെ? എന്റെ അമ്മയുടെ അമ്മയുടെ ഫോട്ടോ കൂടെ വേണമായിരുന്നല്ലേ? എന്നാ പിന്നെ എന്റെ അച്ഛന്റെ നമ്മുടെ അപ്പൂപ്പിന്റെ അമ്മൂമ്മയുടെയും ചങ്കരപ്പൂപ്പിന്റെയും കല്ലിന്റെയും പാറിന്റെയും എല്ലാവരും നിരത്തി നോക്കാം. ഫാമിലി ഫോട്ടോ അല്ലേ?